ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗീസ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 വിശിഷ്ട അതിഥികളെയാണ് കാണാൻ പോകുന്നത്. വെയിലായതുകൊണ്ട് ഇത് ഏതോ ഒരു വീട്ടിലാണ്. അപ്പം വെയിൽ കൊള്ളാൻ വേണ്ടി തട്ടുംപുറത്ത് കയറിയിരിക്കുന്നതാണ് കേട്ടോ. തട്ടുംപുറത്ത് കയറിയിരിക്കുന്ന ഇവന്മാരുടെ ലക്ഷ്യം മേളിൽ കൂടെ പോകുന്ന കിളികളെ പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ 2 മുതുക്കുകൾ കൂടാണ്ട് ആ ചെറിയതൊരെണ്ണം കണ്ടോ, ആ കുരുപ്പ് വരെ കിളികളെയാണ് ഉന്നം വെച്ചേക്കുന്നത്. പക്ഷേ ഇവർക്ക് തെറ്റിപ്പോയി. ഇവരുടെ കാൽക്കുലേഷൻ എല്ലാം മേളിൽ കയറിയ ഉടനെ വെയിൽ കൊണ്ട് അങ്ങനെ പതിയെ ഒന്ന് ഉറങ്ങി തുടങ്ങി കേട്ടോ. കാക്ക മുതൽ എല്ലാ ചെറിയ കിളികൾ വരെ അടുത്തൂടെ അങ്ങ് പറന്നു പോകുന്നുണ്ട്. നോക്കിയിരിക്കുന്ന ഉറങ്ങുകയല്ലാണ്ട് ഇപ്പം ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം വെയിലിലങ്ങ് മത്ത് പിടിച്ച പോലെയാണ് അതുങ്ങൾക്ക് ഉറക്കം വരുന്നത്. പക്ഷേ ഈ തള്ളപ്പൂച്ച ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ കുരുപ്പാവട്ടെ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം തള്ളയുടെ വാലിലിട്ട് കടിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, മാറി മാറി സ്ഥലത്ത് നിന്ന് കിടക്കും. ഇതൊക്കെയാണ് ഇവരുടെ വിശേഷം. കുറേ ദിവസമായി ഇവരെ ക്യാമറയിലൊന്നും പകർത്തി എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ 3 പേരെ ഒരുമിച്ച് കിട്ടത്തില്ല കേട്ടോ. ഒന്നില്ലേ ആ കുഞ്ഞു മാത്രം, അല്ലെങ്കിൽ തള്ള മാത്രം. ഇന്ന് എന്തോ ഒരു ലെക്കെന്ന് പറയാം. ഇവർ 3 പേരും ഒറ്റയടിക്ക് ഒരു ക്യാമറയിൽ തന്നെ കിട്ടി. കാക്കയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണിക്കുന്നുണ്ട്, എന്നെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ആശാന്മാരാണെങ്കിൽ വെയിൽ കൊണ്ട് പതിയെ ഉറക്കത്തിലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ തിരിഞ്ഞ് നോക്കും കേട്ടോ, അത് ഉറക്കപ്പിച്ചിലാണോ അത് അറിഞ്ഞാണ്ടാണോ എന്ന്. പിന്നെ പൂച്ചകളുടെ ഒരടവാണല്ലോ പക്ഷികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുങ്ങിയിരുന്ന് ഉറങ്ങുന്ന പോലെയൊക്കെ അഭിനയിക്കുക. അതിബുദ്ധിമാന്മാരാണല്ലോ ഈ നമ്മുടെ പൂച്ചകൾ. കുരുപ്പാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. കുറേ നേരമായി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട്. എന്തോരം നേരമായി കുരുപ്പ് അവിടെ നിന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. ഇതിന് മാത്രം അഴുക്കുണ്ടോ എന്തോന്നറിയത്തില്ല. കുറേ നേരം കണ്ട പയ്യെ അനങ്ങുന്നുണ്ട് കേട്ടോ. വീണ്ടും തുടങ്ങി. ഇതൊക്കെയാണ് നമ്മൾ കാണുമ്പോൾ. എന്താ 3 പൂച്ചകൾ അവിടെ കിടക്കുന്നു, പക്ഷേ ഇവരുടെ ഉദ്ദേശം കിളിയാണ്, ആ കുഞ്ഞു കുരുപ്പ് വരെ. എനിക്ക് തോന്നുന്നു ഇനി ഈ കുരുപ്പ് അഭിനയിച്ചിരിക്കുവാണോ കിളിയെ പിടിച്ചു തുടങ്ങാൻ. ഒരു സമയം കഴിയുമ്പോൾ പയ്യെ എഴുന്നേക്കും കേട്ടോ. ആൾ നല്ല കുറുമ്പനാണ്, ഡെയിലി കാണുന്നത് കൊണ്ട് അറിയാം. പിന്നെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവന്മാർ ഓടിക്കളയും, അതാണ് പ്രശ്നം. അത്രയ്ക്ക് പരിചയമായിട്ടില്ലല്ലോ. ഇനി പരിചയമായി വരുമ്പോൾ നമുക്ക് അടുത്തൊക്കെ പിടിച്ചിരുത്തി ഒരു വീഡിയോയൊക്കെ എടുക്കാം. അതുവരെ ഇവരെ ഇങ്ങനെ ദൂരെ നിന്ന് ക്യാമറയിൽ പകർത്തുന്നതാണ് ഒരു സൊല്യൂഷൻ. ഡെയിലി വരും കേട്ടോ, എല്ലാ ദിവസവും മുടങ്ങാതെ ആ തട്ടംപുറത്ത് കയറിയെന്ന് വെയിൽ കായും. പക്ഷെ ഇന്നവരെ ഒരു കിളീനെയും പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മമാരെന്താണോ കാണിക്കുന്നത് അതേ ആ കുരുപ്പും കാണിക്കുന്ന കേട്ടോ. ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയിരിക്കും, ഇടയ്ക്ക് കുറേ വൃത്തിയാക്കും, ഇടയ്ക്ക് ഇതുപോലെ കുറേ ഇരുന്ന് മാന്തും. ഇതൊക്കെയാണ്. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ എഴുന്നേറ്റ് അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ തോണ്ടിക്കളിക്കും. പിന്നെ സ്ഥലം മാറി കിടക്കും. എഴുന്നേൽക്കുക, കിടക്കുക, കളിക്കുക, ഇത് തന്നെ, വേറെ പണിയൊന്നുമില്ല. പിന്നെ നമുക്കൊരു ടൈം പാസ്സാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളത്. നല്ല രസമല്ലേ നമുക്കിങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങൾ കണ്ടിരിക്കാൻ തന്നെ. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരുടെ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് അതൊരു ശരിക്കും നമുക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെയാണ്. കുഞ്ഞു പൂച്ചകളുടെ ഗെയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ?